ഇന്ത്യ ന്യൂസിലൻഡ് നാലാമത്തെ T20 നാളെയാണ്. ഓൾറെഡി ഇന്ത്യ 3 കളി ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ പരമ്പര നേടി. നാളത്തെ മത്സരം വെറും ചടങ്ങ് മാത്രമാണ്. അതുകൊണ്ട് ചില താരങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കാനാണ് BCCIയുടെ തീരുമാനം. പുതിയ താരങ്ങളെ പ്ലേയിങ് ലീവിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ 3 മാച്ചിലും 2 അക്കം കാണാത്ത സഞ്ജുവിനെ നാലാമത്തെ T20യിൽ അവസരം കിട്ടുമോ? സഞ്ജുവിന്റെ കാര്യം ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. വലിയ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ന്യൂസിലൻഡ് നാലാമത്തെ T20യെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജു 3 കളി ഔട്ട് ഓഫ് ഫോം ആകുമ്പോഴേക്കും എല്ലാവരും സഞ്ജുവിനെ കുറ്റം പറഞ്ഞു. ഇതേസമയം ഗില്ലാണെങ്കിൽ 10-15 കളി ഫോം ഔട്ടായിട്ട് ടീമിലുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സൂര്യ ഇപ്പോൾ 50 അടിച്ചത് 10-20 മാച്ച് കഴിഞ്ഞിട്ടാണ്. സഞ്ജു എല്ലാ കളിയും ഫോം ആകണം, ഇല്ലെങ്കിൽ സഞ്ജു മോശം കളിക്കാരനാണ്. ഇതാണ് ഇപ്പോൾ എല്ലാവരും കരുതിയിരിക്കുന്നത്. ഒരു താരത്തിനും സ്ഥിരമായിട്ട് ഫോം ആകാൻ സാധിക്കില്ല. കോഹ്ലി, രോഹിത് അടങ്ങുന്ന എല്ലാ സീനിയർ താരങ്ങൾക്കും ഇതുപോലെ ഫോം ഔട്ട് കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് അവർ ശക്തമായിട്ട് കളിയിലേക്ക് തിരിച്ചു വരുന്നത്. T20യിൽ ഓപ്പണിംഗിൽ ഇറങ്ങി സെഞ്ചുറികൾ വാരിക്കൂട്ടിയ താരമാണ് സഞ്ജു. അതുകൊണ്ട് ഒരൊറ്റ മാച്ച് മതി സഞ്ജുവിന്റെ കഴിവ് തെളിയിക്കാൻ. ഇത് ഗംഭീർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നാലാമത്തെ T20യിലും സഞ്ജുവിന് ഒരു അവസരം കൊടുക്കുന്നത്. സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റില്ലെന്ന് തന്നെയാണ് ഗംഭീർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സഞ്ജുവിനോടൊപ്പം തന്നെ മറ്റൊരു താരത്തെയാണ് നാളത്തെ മത്സരത്തിൽ ഓപ്പണിംഗിൽ ഇറക്കുന്നത്. അത് മറ്റാരുമല്ല, ഇഷാനാണ്. അഭിഷേക് ശർമ്മ നിലവിൽ നല്ല ഫോമിലാണ്. താരത്തെ നാളത്തെ മാച്ചിൽ കളിപ്പിക്കുന്നില്ല. താരത്തിന് റെസ്റ്റ് ആണ്. അഭിഷേകിന് ഇനി പരിക്ക് പറ്റിയാൽ അത് ഇന്ത്യക്ക് T20 വേൾഡ് കപ്പിൽ ദോഷം ചെയ്യും. നാളെ ഇഷാനെ ഓപ്പണിംഗിൽ ഇറക്കുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇഷാൻ ഓപ്പണിംഗിൽ ഫോമായാൽ ഭാവിയിൽ സഞ്ജുവിന് സ്ഥാനമായിരിക്കും തെറിക്കാൻ പോകുന്നത്. അഭിഷേകും ഇഷാനുമായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നാളത്തെ മാച്ചിൽ സഞ്ജുവിന് ഫോം ആകണം. ഇനി 4-ാം നമ്പറിൽ പുതിയൊരു താരമാണ് നാളെ വരുന്നത്. അത് മറ്റാരുമല്ല, ശ്രേയസ് ആണ്. തിലകിന് പകരം ശ്രേയസിനെയാണ് ടീമിൽ എടുത്തിരിക്കുന്നത്. ശ്രേയസ് കുറെ കാലമായി T20 കളിച്ചിട്ട്. അതുപോലെ പ്ലേയിങ് ലെവലിലേക്ക് അക്സർ പട്ടേലും വരുന്നുണ്ട്. അപ്പോൾ നാളത്തെ ഇന്ത്യയുടെ പ്ലേയിങ് ലെവൽ നോക്കാം. സഞ്ജു, ഇഷാൻ, സൂര്യ, ശ്രേയസ്, പാണ്ഡ്യ, റിങ്കു സിംഗ്, അക്സർ, റാണ, ബിഷ്ണോയ്, ബുംറ, അർഷദീപ് സിംഗ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.